പൂവച്ചാലിൽ വിദ്യാർത്ഥിയെ കുത്തേറ്റു. പൂവച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അസ്ലാമിനാണ് കുത്തേറ്റത്. ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് അസ്ലാമിനെ ആക്രമിച്ചത്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അസ്ലാം സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം പൂവച്ചാൽ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോർവിളികൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് സമവായ ചർച്ചകൾ നടന്നു. എന്നാൽ ചർച്ചയ്ക്കിടയിലും വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ കത്തിക്കുത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘർഷത്തിനിടെ കുത്തേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന +2 വിദ്യാർത്ഥി അസ്ലാമിന്റെ നില ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. 1 മാസം മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് സംഘർഷത്തിന് കാരണമായിരുന്നത്. വിദ്യാർത്ഥികൾ അസ്ലാമിന്റെ ശ്വാസകോശത്തിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. +1 വിദ്യാർത്ഥികളായ 4 പേരാണ് പ്രതികൾ. പൂവച്ചാൽ ബാങ്ക് നട ജംഗ്ഷനിൽ ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. 1 മാസം മുമ്പ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് പ്രിൻസിപ്പലും PTA പ്രസിഡന്റും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. അന്നത്തെ സംഘർഷത്തിന്റെ ബാക്കിയാണ് ഈ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയും +1 വിദ്യാർത്ഥികളായ 4 കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികൾക്കിടയിലുള്ള ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ്. മാതാപിതാക്കളും അല്ലെങ്കിൽ സമൂഹങ്ങളും സ്കൂളുകളും ഇനി ഇതിനൊരു തക്കതായ പരിഹാരം കണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അക്രമകാരികളായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നാളുകളിൽ ഇനി നമ്മൾ സുരക്ഷിതരാണോ എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസിദ്ധമാണ്.